കേരളം ഈ ലോകം മുഴുവൻ കണ്ടത് മണിക്കൂറുകളോളം നമ്മുടെ ഇന്നത്തെ ഒരു മന്ത്രി ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ അടിവസ്ത്രം വരെ കാണിച്ച് കേരളത്തിന്റെ നിയമസഭ അടിച്ചു തകർത്ത സംഭവം ഉണ്ടായിട്ട് തെളിവില്ല എന്ന് പറഞ്ഞ ഇതല്ലേ, പോലീസല്ലേ? ഇതിൽ കൂടുതലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാൻ കഴിയുമോ? ഞങ്ങൾ പാവം യൂത്ത് കോൺഗ്രസ് ജനാധിപത്യമായിട്ട് ഇത് ചെയ്തപ്പോൾ അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച മുഖ്യമന്ത്രിയുടെ കയ്യിൽ നമ്മൾ ചെയ്യാനുള്ളത് തീർച്ചയായിട്ടും ഇവിടെ കോടതിയിൽ നമ്മൾ അതിനെ സംബന്ധിച്ച് പറയും. ശ്രീ അരുൺകുമാർ പറഞ്ഞ ഒരു കാര്യം, എനിക്കതിനകത്ത് ആ ഉപമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയിട്ടുള്ള ഉപമ ഗംഭീരമായി, ബലേ ബേഷ്. താരതമ്യം എന്താണെന്നുള്ള മനസ്സിലായല്ലോ. പിണറായിയുടെ പഴയ രാജ ഭരണകാലത്തെ ഇതും അതുപോലെ തന്നെ ബ്രിട്ടീഷ് സർക്കാരിന്റെ മനോഭാവത്തോടെയാണ് എൻ്റെ നേതാവ് ഇരിക്കുന്നതെന്ന് ഒരു ചാനൽ ചർച്ചയിൽ വന്ന് ഇടത് എന്ന് പറയുന്ന അരുൺകുമാർ പറയുകയാണ്. അതിന്റെ കൂട്ടത്തിൽ രണ്ടാമത് ചോദ്യം പറഞ്ഞു, തെറ്റ് ചെയ്തവരെ നടപടിയെടുക്കും. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള തെറ്റ് ചെയ്തിട്ടായിരുന്നു അരുൺകുമാറെ നടപടിയെടുത്തത്. അല്ല, ദയവേത് നിങ്ങൾ ഇടപെടല്ലേ? അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടിയില്ലല്ലോ. ജനാധിപത്യ രാജ്യത്ത് ഓരോ പൗരനും ഒരു വോട്ടിന്റെ മൂല്യമുള്ള രാജ്യത്ത് നാലാം തൂണ് എന്ന് പറയുന്ന ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമം പ്രവർത്തിക്കുന്നതിനെതിരെ നടപടിയെടുത്തിട്ട് രാജഭരണകാലത്തും ബ്രിട്ടീഷ് ഭരണകാലത്തും ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയ എന്തിടതാണ് അരുൺകുമാറെ? അതെ, അല്ല നിൽക്കട്ടെ, പക്ഷെ എപ്പോഴും മാധ്യമങ്ങൾക്ക് ഇതെടുത്താണല്ലോ. എന്നിട്ട് ഒരു ലൈനും കൂടിയൊക്കെ ചേർക്കാണ്. എന്താ തെറ്റായിട്ടുള്ള പണി ചെയ്താൽ നടപടിയെടുക്കും. ആര്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള തെറ്റായിട്ട് ചെയ്തു. അതാണ് ഇവരുടെ മനസ്സ്. ഇവര് രാജമനസ്സിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. ഈ പറച്ചിലൊക്കെ മാത്രമേ ഉള്ളൂ, ഇതൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. മനസ്സിലായില്ലേ? അതാണ് ഇവരുടെ പ്രശ്നം. പിന്നെ ലോട്ടറി എടുക്കുന്ന ശീലക്കാരനോട് നമ്മളൊന്ന് അന്വേഷിക്കണം. ഞാൻ പറയട്ടെ വെറുതെ ഈ ഉണ്ടയില്ല വെടിമുട്ടിക്കല്ലേ ചർച്ച കൊളവാക്കാൻ വേണ്ടിയിട്ട്. ഈ ബിനോയ് വിശ്വം ലോട്ടറി എടുക്കുന്ന സ്വഭാവക്കാരനാണോ എന്ന് നമ്മളൊന്ന് അന്വേഷിക്കണം. കാരണം നാളെയാണ് എന്ന് പറയുമ്പോൾ ആ പ്രതീക്ഷയിൽ ജീവിച്ചു പോകുന്നവരാണ് ഈ ലോട്ടറി എടുക്കുന്നത് കൂടുതലും അടിമപ്പെട്ടു പോകുന്ന ഒരു മനസ്ഥിതിയുള്ളവർ. അങ്ങനെ ബിനോയ് വിശ്വം കുറച്ച് ദിവസമായിട്ട് നാളെയാണ് എന്ന് അംഗീകരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ അരുൺകുമാർ പറയുകയാണ്, ADGP അജിത് കുമാർ RSSന്റെ നേതാക്കന്മാരെ കണ്ടത് രാഷ്ട്രീയമായി തെറ്റാണെന്ന് ആർക്കും മറ്റൊരു അഭിപ്രായമില്ല, ഇല്ലേ? ആ രാഷ്ട്രീയമായ തെറ്റ് നടപടിയെടുക്കണം എന്നല്ലേ ഈ ബിനോയ് വിശ്വം പറഞ്ഞുകൊണ്ടിരുന്നത്, CPI പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഒരു നടപടിയില്ലാണ്ട് ആ CPI വീണ്ടും നാളെയാണ് എന്ന് പറഞ്ഞു നടക്കാൻ അല്പമെങ്കിലും ഉളുപ്പ് CPIക്ക് വേണ്ടേ? നമ്മൾ CPIനെ സംബന്ധിച്ച് അവരുടെ ശക്തിയുടെ സീറ്റിന്റെ എണ്ണത്തിലൊന്നും അല്ല നമ്മൾ അവരെ ഇത് ചെയ്യുന്നത്. ചില പാർട്ടികൾക്ക് ചില നിലപാടുകളുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ചിലപ്പോൾ അത് ചില ഓരോ തെരഞ്ഞെടുപ്പിൽ 150 വോട്ട് കിട്ടുന്ന പാർട്ടിയായിരിക്കും, പക്ഷെ ഒരു വോട്ടും ഇല്ലെങ്കിലും അവർക്ക് നിലപാടുണ്ട് എന്ന് പറയും. CPI എന്ന് പറയുന്ന പ്രസ്ഥാനത്തേക്ക് ഒരു ഇടതുപക്ഷ നിലപാടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞൊരു ഓർമ്മയുണ്ടല്ലോ, പാപിയോടൊപ്പം ചേർന്നാൽ ശിവനും പാപിയായി പോകും, പാപിയോടൊപ്പം ചേർന്നാൽ ശിവനും പാപിയായി പോകും. അതുകൊണ്ട് പാപിയായ CPMന്റെ ഒപ്പം കൂടി CPIയും പാപിയായി പോയി. അവരും ഇടതുപക്ഷ മൂല്യം വിട്ടിരിക്കുന്നു. ഇടതുപക്ഷ മൂല്യമുള്ള ഒരു സംഘടനയാണെങ്കിൽ ഇതിനു മുൻപ് സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ ഇടതു മുന്നണി വിട്ടുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. വെളിയമ്പാർഗവ് AKG സെന്ററിൽ നിന്ന് ചർച്ച നടത്തിയപ്പോൾ ഞങ്ങളുടെ ഓഫീസായി പോയി, അല്ലെങ്കിൽ കാണാമായിരുന്നു എന്ന് പറഞ്ഞ് ഇറക്കിവിട്ട പിണറായി വിജയനെ വെളിയമ്പാർഗവൻ പുറത്തുനിന്ന് അധിക്ഷേപിച്ചിട്ടുണ്ട്, പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇടതു മുന്നണി വിടുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദേശീയ നേതൃത്വം ഇടപെട്ടത് രമ്യയിൽ പരിഹരിച്ച് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഓർമ്മയില്ലേ? ആ CPIക്ക് കുറച്ചു നാൾ മുമ്പ് മുതൽ തന്നെ കാനം രാജൻ ഞാൻ മരിച്ച ആളെ കുറിച്ച് പറയുന്നത് ശരിയല്ലെങ്കിലും അദ്ദേഹത്തിന് രാഷ്ട്രീയമായി വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. ഇപ്പതാ ബിനോയ് വിശ്വം കിടന്ന് കാലം പിടിക്കുകയല്ലേ, കാലെ പിടിക്കുന്ന സ്വഭാവമല്ലേ കാണിക്കുന്നത്. ശരി, നാളെ എന്ന പ്രതീക്ഷ കൊണ്ട് ജീവിക്കുന്നു CPI എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്.